പിന്നെ ഞാൻ അവളെ നോക്കുമ്പോൾ മിത്രൻ കൂടെയുള്ളതുകൊണ്ട് അവൾക്ക് പിന്നെ നോക്കാനൊരു ചമ്മൽ പോലെ. ഞങ്ങൾ കടവിൽ നിന്നും കയറി ചെല്ലുമ്പോൾ കുളത്തിൻ്റെ മതിലിൽ കയറി നിന്നുകൊണ്ട് ശിവ അവളുടെ അരയിലൂടെ ചുറ്റിപ്പിടിച്ച് നെഞ്ചോട് ചേർത്ത് താഴേക്ക് ഇറക്കുന്നതാണ് എൻ്റെ കണ്ണിൽ കാണുന്നത്. ആ രംഗം ഓർക്കുമ്പോൾ എൻ്റെ കൈയും കാലും വിറഞ്ഞു കയറും. അല്ലേലും സ്വന്തം പെണ്ണിനെ ഇങ്ങനെ അരയിൽ ചുറ്റിപ്പിടിച്ച് നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുമ്പോൾ ആർക്കാണ് ദേഷ്യം വരാത്തത്? ഞാനും എൻ്റെ ദേഷ്യം അപ്പോൾ അവൾക്ക് മുന്നിൽ പ്രകടിപ്പിച്ചു. എൻ്റെ കണ്ണുകൾ ചുവന്നു, മുഖം വലിഞ്ഞു മുറുകി, മുഖമാകെ രക്തവർണം ഇരച്ചു കയറി. കണ്ണുകളിൽ അഗ്നിയായിരുന്നു. അത്ര പോലും അവളെ ഒരാൾ നോക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല. ഷീ ഈസ് മൈ ബേബി ഗേൾ, ഓൺലി മൈൻ. ദേഷ്യമൊന്ന് മാറും വരെ ഞാൻ ഒഴിഞ്ഞു നിന്നു. ഇപ്പോൾ ആ ആഞ്ഞിലി ചുവട്ടിൽ പെണ്ണ് ഒറ്റയ്ക്കാണ്. കൂടെയുള്ള വാനരസംഘം ഒന്നും കൂടെയില്ല. ആൾക്കൊരു കുലുക്കവുമില്ല. സാക്ഷാൽ ഉണ്ണിയാർച്ച തന്നെ. ആരെയും വിലവെക്കില്ല. ശിവയോടെന്തോ എതിർത്ത് പറഞ്ഞുകൊണ്ട് വാശിയിൽ പാടത്തേക്ക് ഇറങ്ങി നടക്കുന്നുണ്ട്. അവളെ ഒറ്റയ്ക്ക് വിടാൻ മനസ്സ് വന്നില്ല. മിത്രനെയും കൂട്ടി അവൾക്ക് പിന്നാലെ വച്ചു പിടിച്ചു. ആദ്യമൊക്കെ വലിയ ധൈര്യത്തിൽ നടന്ന ആൾ കുറച്ചെത്തിയപ്പോൾ പേടിച്ച് പതറുന്ന പോലെ. മിത്രനും ഞാനുമാണെന്ന് അറിഞ്ഞപ്പോൾ ആ ചുണ്ടിലെ ആ ചിരി, എന്തോ വല്ലാത്ത കൊതിയാണ് പെണ്ണിൻ്റെ ആ ചുണ്ടിനോട്. എത്ര നുകർന്നാലും മടുപ്പിക്കാത്ത ചെഞ്ചൊടികളോട്. എന്നെ നോക്കുമ്പോൾ മാത്രം തിളങ്ങുന്ന ആ കണ്ണുകൾ. എനിക്കെന്നും ചുംബിക്കുവാൻ കൊതി തോന്നി. ഓളം തല്ലിയൊഴുകുന്ന പുഴവരമ്പിലൂടെ നടക്കുമ്പോഴും പെണ്ണിൻ്റെ കണ്ണുകൾ പൂർണ്ണചന്ദ്രൻ്റെ നിലാവെളിച്ചത്തിൽ പുഴയിൽ കാണുന്നതിൻ്റെ പ്രതിബിംബത്തിലാണ്. എനിക്കാകെ കുളിരുകോരുന്ന ഫീലിംഗ്. പെട്ടെന്നെൻ്റെ നോട്ടവും അവളിലാണെന്നറിഞ്ഞപ്പോൾ നാണിച്ചവൾ തല താഴ്ത്തി. ആ നാണമെല്ലാം എന്നാണ് എനിക്ക് സ്വന്തമാവുന്നതെന്ന് ചിന്തിച്ച് നടക്കുമ്പോൾ അവളുടെ മന എത്തിയത് അറിഞ്ഞില്ല. പെണ്ണിനെന്തോ പിരിഞ്ഞു പോവാൻ വല്ലാത്ത സങ്കടം പോലെ തോന്നി. മനയിലേക്ക് കയറുമ്പോൾ 1000 വട്ടമെങ്കിലും എന്നെ തിരിഞ്ഞു നോക്കി കാണും. അന്നെനിക്കുറപ്പായി അവൾ എനിക്കുള്ളതാണ്, എൻ്റെ പെണ്ണ്. തിരികെ മിത്രൻ്റെ വീട്ടിലെത്തിയിട്ടും മിത്രൻ്റെ അമ്മ ഭക്ഷണം എടുത്തു വെച്ചിട്ടും ഞാൻ മറ്റേതോ ലോകത്തായിരുന്നു. ക്ഷേത്ര എന്ന മായാലോകത്ത്. ഈ പ്രണയത്തിലാവുമ്പോൾ വിശപ്പും ദാഹവും ഒന്നും തിരിഞ്ഞു നോക്കില്ല എന്ന് ഓരോരുത്തന്മാർ പറയുമ്പോൾ കളിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയൊരു അനുഭവം ഇതാദ്യമാണ്. അവളിൽ നിന്നും വീണ്ടും വീണ്ടും പ്രണയിക്കപ്പെടുവാൻ വല്ലാത്ത കൊതി. കിടന്നിട്ടും ഉറക്കം വരാതായപ്പോൾ ദേവേട്ടനെ വിളിച്ച് അവളെ കാണണം, ഉമ്മ വെക്കണം എന്നൊക്കെ പറഞ്ഞു. ഫീലിങ്സ്. ഇത് നിനക്ക് മറ്റേ അസുഖമാണ്. ഏത്? കല്യാണം കഴിക്കാത്തതിൻ്റെ. പോയി വല്ല രാമനാമം ജപിച്ച് കിടക്കാൻ നോക്കടാ. മുട്ടിയെന്ന് വിരിഞ്ഞപ്പോൾ അവൻ്റെ അതോടെ കോൾ കട്ട് ചെയ്ത് വന്ന് കിടന്നു. പിറ്റേന്ന് രാവിലെ മുതൽ എൻ്റെ ബേബി ഗേളിനൊന്ന് കാണാൻ തിടുക്കം കൂട്ടിയിരിക്കുമായിരുന്നു ഞാൻ. നോക്കിയപ്പോൾ ദൂരെ നിന്നും ധാവണിയൊക്കെ ചുറ്റി മുടിയൊക്കെ വിടർത്തി ചുണുങ്ങി നടന്നു വരുന്നുണ്ട് കൂട്ടാളികൾക്കൊപ്പം. അവളും എന്നെ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം മുഖമെല്ലാം ചുവന്നു തുടുത്തിട്ടുണ്ട് പെണ്ണിൻ്റെ. നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരു വട്ടം പാളി എൻ്റെ മുഖത്തേക്ക് നോക്കി ഞാനൊന്ന് കണ്ണ് ചിമ്മി കാട്ടിയപ്പോൾ ദേ പിന്നെയും മുഖം താഴ്ത്തി. ഈ നാണമാണ് പെണ്ണെ എന്നെ നിന്നിലേക്ക് കൂടുതൽ അടുക്കാൻ കൊതിപ്പിക്കുന്നത്. അവൾ ക്ഷേത്രത്തിലേക്ക് കയറിയപ്പോൾ പിന്നാലെ ഞാനും മിത്രനും നടന്നെടുത്തു. ഇടയ്ക്കെപ്പോഴോ ശിവയുടെ കണ്ണുകൾ ഞങ്ങളെ പിന്തുടരുന്നില്ലേ എന്ന് എനിക്ക് സംശയം തോന്നാതിരുന്നില്ല. പിന്നീട് എൻ്റെ ആർച്ചയെ കണ്ടപ്പോൾ അതെല്ലാം ഞാൻ മറന്നു. തേവരുടെ മുന്നിൽ ഇരു കണ്ണുകളും പൂട്ടി തൊഴുതു നിൽക്കുന്ന അവളെ ഞാനിങ്ങനെ നോക്കി നിന്നുപോയി. ഐശ്വര്യം തുളുമ്പി നിൽക്കുന്ന എൻ്റെ പെണ്ണ്. ഞാൻ കുറച്ചു നേരം അവളുടെ തൊട്ടരികെ ചെന്ന് നിന്ന് അവളെ കണ്ണു നിറയെ നോക്കി അങ്ങനെ നിന്നു. പെണ്ണിന് പെട്ടെന്ന് എന്തോ തോന്നിയിട്ടാവും ഞെട്ടി കണ്ണുകൾ തുറന്നത്. തൊട്ടരികെ എന്നെ കണ്ടപ്പോൾ ആകെ ഒരു വിറവൽ പോലെ. എനിക്ക് ചിരി വന്നെങ്കിലും ഞാൻ അവളെ അങ്ങനെ നോക്കി നിന്നു. അവൾ ദൃഷ്ടി താഴ്ത്തി നിൽക്കുവാണ്. പിന്നീട് വീണ്ടും കൈകൾ കൂപ്പി തേവരെ അങ്ങനെ നോക്കി നിൽക്കുവാണ്. സത്യത്തിൽ എനിക്ക് കുശുമ്പ് തോന്നി. കാരണം എന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ തേവരെ അങ്ങനെ നോക്കി നിൽക്കുക. ഞാനൊന്നുകൂടെ അവൾക്കരികിലേക്ക് ചേർന്നുകൊണ്ട് അവൾക്ക് കേൾക്കുവാൻ വേണ്ടി മാത്രം പറഞ്ഞു, അതെ, തേവരെ നോക്കിയത് മതി. ഇനി കുറച്ചു നേരം എന്നെ ഒന്ന് നോക്ക് പെണ്ണെ. അത് കേട്ടപ്പോൾ അവളുടെ ചൊടിയിൽ വിരിഞ്ഞ ആ പുഞ്ചിരി, അതിന് പകരം വയ്ക്കാൻ ഭൂമിയിൽ തന്നെ മറ്റൊന്നും ഇല്ലാത്ത പോലെ തോന്നി എനിക്ക്. പിന്നെ പെണ്ണ് അവിടെയെങ്ങും നിന്നേയില്ല. തിരിഞ്ഞുപോലും നോക്കാതെ കൂടെയുള്ളവരെ നോക്കാതെ മനയിലേക്ക് ഓട്ടമായിരുന്നു. ദീപാരാധനക്ക് കാണുമല്ലോ എന്ന് വിചാരിച്ച് ഞാനും പിന്നെ പിന്നാലെ പോയില്ല. വൈകിട്ട് അവളെ നോക്കിയിരുന്നിട്ടും അവളെ മാത്രം കണ്ടില്ല. അവളുടെ കൂട്ടാളികൾ മുഴുവനും പന്തലിൽ നിലയുറപ്പിച്ചു. ഒത്തിരി നേരം കഴിഞ്ഞും എനിക്ക് മനസ്സിന് വല്ലാത്ത പിടച്ചിൽ തോന്നിയതുകൊണ്ട് അവളുടെ കസിൻ സിസ്റ്ററാണെന്ന് തോന്നുന്നു. ആ കുട്ടിയോട് അവളെ തിരക്കി. അപ്പോഴാണ് പറഞ്ഞത് അവൾക്കെന്തോ വയ്യായികയാണെന്ന്. പിന്നെ എനിക്കവിടെ നിൽക്കാനേ തോന്നിയില്ല. ആൽത്തറയിൽ പോയി അങ്ങനെ ഒറ്റയ്ക്ക് കിടന്നു. അമ്മ ഇടയ്ക്കിടെ ഫോണിൽ വിളിക്കുന്നുണ്ട്. വരാമെന്ന് പറഞ്ഞ് കോൾ കട്ടാക്കി. വീണ്ടും എന്തൊക്കെയോ ചിന്തിച്ച് കിടക്കുമ്പോൾ മനസ്സിൽ നിറയെ അവളാണ്. ഒന്ന് കണ്ടാലേ മനസ്സ് ശാന്തമാവും. ആൽത്തറയിൽ നിന്നും എഴുന്നേറ്റ് നേരെ അവളുടെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു. മിത്രനോട് വെയിറ്റ് ചെയ്യാൻ വിളിച്ചു പറഞ്ഞു. എത്ര നേരം ബൈക്കിലിരുന്നു കൊണ്ട് അവളെ നോക്കിക്കണ്ടു എന്ന് എനിക്ക് തന്നെ അറിയില്ല. ബാൽക്കണിയിൽ ആ കസിൻ്റെ കൂടെ എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. എന്നാലും ആ ചിരിക്ക് വോൾട്ടേജ് പോരാ.
എന്നെ കാണാത്തതിൻ്റെയാ, അതെനിക്ക് നന്നായിട്ടറിയാം. പെട്ടെന്ന് എന്തൊക്കെയോ പറഞ്ഞ് ചിരിച്ചു തിരിഞ്ഞപ്പോഴാണ് റോഡിൽ മരത്തിനടിയിൽ ബൈക്കിൻ്റെ മേലെ അവളെയും നോക്കിയിരിക്കുന്ന എന്നെ അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ബൈക്കിൽ നിന്നും ചാടിയിറങ്ങി അവൾക്കരികിലേക്ക് നടക്കുകയല്ല, ഓടുകയായിരുന്നു ഒരർത്ഥത്തിൽ അവളും. ഞാൻ ഗേറ്റിങ്കൽ എത്തുമ്പോൾ അവളും ഓടി എൻ്റെ അരികിൽ എത്തിയിരുന്നു. കിതച്ചുകൊണ്ട് അവൾ അവളുടെ കൈകൾ ഗേറ്റിൻ്റെ അഴികളിൽ വെച്ചു. മെല്ലെ എൻ്റെ കൈകളുയർത്തി ഞാനും എൻ്റെ കൈകൾ അവളുടെ കൈകളിൽ ചേർത്ത് വെച്ചു. വയ്യായികയൊക്കെ മാറിയോ? കാണാതിരിക്കാൻ വയ്യ പെണ്ണെ. നാളെ അസുഖം മാറിയെങ്കിൽ ഇറങ്ങണം, കാത്തിരിക്കും. അത്രയും പറഞ്ഞുകൊണ്ട് തിരികെ നടക്കുമ്പോൾ അവൾ കരയുകയായിരുന്നു. എന്തിനെന്നറിയാതെ എൻ്റെ മിഴികളും നിറഞ്ഞു തൂവി. ഒരുപക്ഷെ ഞങ്ങൾ രണ്ടാളും മുൻജന്മത്തിൽ ഒന്നായിരുന്നിരിക്കണം. അതാവും ആത്മാവ് തമ്മിൽ ഇത്രയുമൊക്കെ ബന്ധം. പിറ്റേന്നും അവളെ അമ്പലത്തിൽ കാണാതായപ്പോൾ എനിക്കാകെ ദേഷ്യവും സങ്കടവും ഒക്കെ വന്നു. ഞാൻ വീണ്ടും കസിൻ്റെ അടുത്തേക്ക് ചെന്ന് കാര്യം തിരക്കി. എൻ്റെ പൊന്നു ചേട്ടാ, ചേട്ടൻ ഇങ്ങനെ എപ്പോഴും എന്നെ തടഞ്ഞു നിർത്തുമ്പോൾ നമ്മുടെ ഈ ബ്ലഡി നാട്ടുകാർ ഓർക്കും ഞാനും ചേട്ടനുമായി വല്ല പ്രേമമാണെന്ന്. എൻ്റെ ഏട്ടനെങ്ങാനും അറിഞ്ഞാൽ അപ്പം തന്നെ എന്നെ വേറെ പിടിച്ച് കെട്ടിക്കും. അതുകൊണ്ട് ഈ കയ്യാങ്കളിക്ക് ഞാനില്ല. പിന്നെ കിച്ചു വരാത്തത് അവൾക്ക് വയറുവേദനയാണ്. അത് കേട്ടതും എൻ്റെ മുഖം വാടി. പേടിക്കേണ്ട, ഇത് പെൺകുട്ടികൾക്ക് എല്ലാ മാസവും വരുന്ന വേദനയാണ്. ഇനി അവളെ കാണണമെന്ന് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ വൈകിട്ട് പുഴക്കരികിലെ അത്തിയുടെ ചുവട്ടിൽ ഉണ്ടാവും ഞങ്ങൾ. അത്രയും പറഞ്ഞവൾ ഒരു കണ്ണിറക്കി സൈറ്റടിച്ചുകൊണ്ട് നടന്ന് നീങ്ങി. എന്ത് വന്നാലും നദിക്കരയിലേക്ക് പോകുവാൻ ഉറപ്പിച്ചു. ഉള്ളിൻ്റെ ഉള്ളിലൊരു പേടി പോലെ ഉണ്ടായിരുന്നു. ഊണ് കഴിഞ്ഞ് ഞാനും മിത്രനും അത്യാവശ്യമായി കുറച്ച് വർക്കിലായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ബൈക്കും എടുത്തൊരു പാച്ചിലായിരുന്നു. ഞങ്ങൾ നദിക്കരയിൽ ചെല്ലുമ്പോൾ പെണ്ണ് ചെറിയ പിള്ളേരുടെ കൂടെ കണ്ണുകെട്ടി കളിക്കുന്നു. എല്ലാവരും തകർത്തു കളിയിലായതുകൊണ്ട് അവളുടെ തൊട്ടുമുന്നിൽ നിൽക്കുന്ന കല്ല് ആരും ശ്രദ്ധിച്ചില്ല. അതിൽ തട്ടിയാൽ അവൾ ഉറപ്പായും വീഴും. അതുകൊണ്ട് അതെടുത്ത് മാറ്റാനായി ഞാൻ അവൾക്ക് മുന്നിലേക്ക് നീങ്ങിയതും പെണ്ണെന്നെ പൂണ്ടടക്കമങ്ങ് കെട്ടിപ്പിടിച്ച് കളഞ്ഞു. വിയർപ്പിൽ കുതിർന്ന അവളുടെ മേനിയിലെ ചന്ദനത്തിൻ്റെ ഗന്ധം എന്നെ വിവശനാക്കി. എൻ്റെ ഓപ്പണായി കിടക്കുന്ന ബട്ടണിലൂടെ അവളുടെ ചുടുശ്വാസം നെഞ്ചിൽ തട്ടുമ്പോൾ എനിക്ക് എന്നെ തന്നെ കൈവിട്ടു പോയിരുന്നു. എൻ്റെ കൈകൾ അവളുടെ അരയിൽ മുറുകി. ഞാനും പരിസരം മറന്ന് അവളിലേക്ക് ചായുമ്പോൾ പെട്ടെന്ന് അവൾ കണ്ണിൽ കെട്ടുകൾ അയച്ചു. ഞാനാണെന്ന് എന്നെ കാണാതെ തന്നെ അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം എപ്പോഴത്തെയും ആ കള്ളച്ചിരി ചുണ്ടിൽ തത്തിക്കളിക്കുന്നുണ്ട്. ഒന്നുകൂടെ നെഞ്ചിലേക്ക് വലിച്ചു മുറുക്കാൻ കൊതി തോന്നുന്നുണ്ടെങ്കിലും ചുറ്റിനും കുട്ടികളുള്ളത് കൊണ്ട് രണ്ടാളും അകന്നു മാറി. അങ്ങനെ എപ്പോഴും ചേർന്ന് നിൽക്കാൻ തോന്നും. ചുറ്റിനുമുള്ള കുട്ടികളാകെ ഞെട്ടി നിൽക്കുമ്പോഴാണ് ശിവ ചാടിത്തുള്ളി അവിടേക്ക് വരുന്നത് ഞങ്ങൾ കാണുന്നത്. എന്തേലും ഇഷ്യൂ ആകും, ഞാൻ ഉറപ്പിച്ചു. അവളെ നോക്കരുത്, കാണരുത് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കും ദേഷ്യം വന്നു. ഞാൻ അവനെ വെല്ലുവിളിച്ചു. അവസാനം മിത്രൻ വന്ന് പിടിച്ചു മാറ്റി. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ക്ഷേത്ര ആരോണിനുള്ളതാ. ഓരോ തവണ ശിവയ്ക്ക് നേരെ ഞാൻ വെല്ലുവിളിക്കുമ്പോഴും അവളുടെ കണ്ണുകൾ എനിക്ക് നേരെ കെഞ്ചുകയായിരുന്നു. പ്രശ്നമുണ്ടാക്കല്ലേ എന്നായിരുന്നു അതാ കണ്ണുകളിൽ നിന്നും എനിക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നു. കണ്ട കാര്യസ്ഥന്മാരുടെ മക്കൾക്കും കണ്ണിൽ കണ്ടവർക്കും തോന്നിയാസം കാണിക്കാനുള്ളതല്ല മനയിലെ പെൺകുട്ടിയോട് എന്നവൻ്റെ വായിൽ നിന്നും വീണ നിമിഷം എനിക്കെന്നെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. ഏത് മനയിലെ പെണ്ണായാലും ദേ ഇവൾക്കെന്നെ ഇഷ്ടമാണെങ്കിൽ നീയല്ല നിൻ്റെ അപ്പൂപ്പൻ വന്ന് പറഞ്ഞാലും ഞാൻ ഇവളെ പൊക്കിയിരിക്കും. ആ ഒരു വാക്കിൽ പെണ്ണിൻ്റെ കണ്ണിലെ തിളക്കം അത്രയും പറയാനൊന്നും ഞാനും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തോ ഒരു ഫ്ലോയിൽ അങ്ങനെ പറഞ്ഞു പോയി. പിന്നീട് അവിടെ നിന്നാൽ രംഗം വഷളാവുമെന്ന് ഭയന്ന് മിത്രനെ വലിച്ചു കൊണ്ടുപോയി. അന്ന് അവളുടെ ആ കണ്ണുകൾ എനിക്ക് സമാധാനം തരുന്നേയില്ലായിരുന്നു. കണ്ണിന് മുന്നിൽ അവളുടെ കണ്ണുകൾ മാത്രമായിരുന്നു. അമ്മയെ ഒരു നിമിഷം മറക്കാത്ത ഞാൻ ആയിടെ അതുപോലും മറന്ന പോലെ. ആ രാത്രി എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു ദിവസമായിരുന്നു. ഓഫീസിൽ നിന്നും പപ്പ അർജൻറ്റായി ഏട്ടനെ കൊണ്ടെന്നെ വിളിപ്പിച്ചു. ഇറ്റാലിയൻ കമ്പനിയുമായി ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഹെഡ് ഞാനായിരുന്നു. സോ ഔട്ട് ഓഫ് ദ കൺട്രി പോവാതെ വയ്യ. ബട്ട് അവളെ കാണാതെ പോവുകയുമില്ല. അവസാനം എന്ത് വില കൊടുത്തും അവളെ കാണാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ എന്തും വരട്ടെ എന്ന് തീരുമാനിച്ച് ഞാൻ അവളുടെ മനയുടെ മതിൽ ചാടി. നേരമേറെയായിട്ടും പെണ്ണിൻ്റെ റൂമിൽ ലൈറ്റ് ഉണ്ടായിരുന്നു. കഷ്ടപ്പെട്ട് മരത്തിലൂടെ വലിഞ്ഞു കയറി തുറന്നു കിടക്കുന്ന ജനാല വഴി അവളെ നോക്കിയപ്പോൾ കണ്ടു. കൂടെ ആ തല്ലുകൊള്ളി കസിനുമുണ്ട് ബെഡിൽ. എൻ്റെ ആർച്ച കണ്ണു രണ്ടും തുറന്ന് മച്ചിലേക്ക് നോക്കിക്കിടപ്പാണ്. അറിയാം ആ മനസ്സിലിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂവെന്ന്. ഒന്ന് അടുത്ത് കണ്ട് കെട്ടിപ്പിടിക്കുവാൻ വല്ലാത്ത കൊതി തോന്നി. പക്ഷെ ശബ്ദമുണ്ടാക്കി വിളിച്ചാൽ കൂടെയുള്ളവൾ ഉണരും. അതുകൊണ്ട് അവളെ കണ്ണുനിറയെ കണ്ടിട്ട് തിരികെ പോവാൻ തീരുമാനിച്ചു. ഒത്തിരി നേരം അവളെ കൊതിതീരെ നോക്കിയിരുന്നു. ഇനി എന്ന് കാണാനാ പെണ്ണെ. മരത്തിൽ നിന്ന് ചാടിയിറങ്ങി തിരികെ നടന്നിട്ടും ആരോ പിന്നിലേക്ക് തടയുന്നത് പോലെ. കുറച്ചു സമയം കൂടി ആ കുളക്കടവിൽ ഇരിക്കാൻ തോന്നി. കാണാൻ നല്ല ഭംഗിയുള്ള ചെറിയ ഒരു താമരക്കുളം. ചുറ്റിനും പടർത്തിയിരിക്കുന്ന മുല്ലപ്പടർപ്പിൻ്റെ ചെടിയിൽ രാത്രിയുടെ 7-ാം യാമത്തിൽ നിലാവിനെ പുൽകി വിടരാൻ വെമ്പി നിൽക്കുന്ന തൂവെള്ള മുല്ലമുട്ടുകളിൽ നിന്നും ആരെയും ത്രസിപ്പിക്കുന്ന ഗന്ധം പരന്നു തുടങ്ങി.
ചെമ്പകമെല്ലാം പാതി വിടർന്നുകൊണ്ട് അതിൻ്റെ പുതിയ അതിഥികൾക്ക് വരവറിയിച്ചു. എങ്ങു നിന്നോ മെല്ലെ പാറി വന്നൊരു മന്ദമാരുതൻ ആ സുഗന്ധമെല്ലാം എന്നിലേക്ക് തഴുകിയ പോലെ. കുറച്ചധികം സമയം ആ സുഗന്ധം ഞാൻ കണ്ണുകളടച്ച് എന്നിലേക്ക് ആവാഹിച്ചു. കുറച്ചുനേരം ആ താമരപ്പൊയ്കയിൽ കാലുകളിട്ടുകൊണ്ട് അങ്ങനെയിരുന്നു, എൻ്റെ പെണ്ണിനെയും സ്വപ്നം കണ്ടുകൊണ്ട്. പെട്ടെന്നാരോ പറഞ്ഞു വിട്ട പോലെ ബാൽക്കണിയിൽ എൻ്റെ പെണ്ണിനെ കണ്ടപ്പോൾ സന്തോഷത്തെക്കാളേറെ എനിക്ക് അത്ഭുതമായിരുന്നു. കാരണം ഞങ്ങളുടെ മനസ്സുകൾ പോലും ഒന്നിച്ചു ചിന്തിക്കാൻ തുടങ്ങിയല്ലോ എന്ന് വിചാരിച്ചു. എന്നെ കണ്ടതും ആളുടെ കണ്ണ് രണ്ടും പുറത്തേക്ക് മേഞ്ഞു വന്നു. എനിക്ക് ചിരി വന്നു പോയി. കുറച്ചു നേരം എന്നെ അങ്ങനെ നോക്കി നിന്നിട്ട് തിരികെ പോയി കൊള്ളാൻ ആവശ്യപ്പെട്ടു. താഴേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞപ്പോൾ അവൾക്ക് പേടിയെന്ന്. ഞാൻ മുകളിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ ആൾ താഴേക്ക് വരാമെന്ന് സമ്മതിച്ചു. അങ്ങനെ വഴിക്ക് വാ. ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് കയ്യിലെ പൊടിയെല്ലാം തട്ടിക്കൊണ്ട് കുറച്ചുകൂടെ മുന്നോട്ട് വന്ന് നിന്നിട്ട് അവളോട് പറഞ്ഞു, താഴേക്ക് വരുന്നില്ലേ? വേണ്ടാട്ടോ, ഞാൻ അങ്ങോട്ടേക്ക് വരാം. ഒരു അത്യാവശ്യ കാര്യം പറയാനാ. അതും പറഞ്ഞ് ഞാൻ അവളുടെ മുറിയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരത്തിലേക്ക് വലിഞ്ഞു കയറാൻ തുടങ്ങി. അയ്യോ വേണ്ട, ഞാൻ വരാം എന്ന് മെല്ലെ സ്വരം താഴ്ത്തി പറഞ്ഞുകൊണ്ട് അവൾ പിന്നിലെ ഗോവണി വഴി താഴേക്കിറങ്ങി. ഗോവണി ഇറങ്ങി താഴേക്ക് അവൾ നടന്നു വരുമ്പോൾ ഞാൻ കുറുമ്പോടെ അവളെയും നോക്കി ചിരിച്ചുകൊണ്ട് കൈരണ്ടും മാറിൽ പിണച്ചു കെട്ടിക്കൊണ്ട് മുല്ലപ്പടർപ്പിൽ ചാരി നിൽക്കുകയായിരുന്നു. കാണുമ്പോൾ തന്നെ കെട്ടിപ്പിടിച്ചൊരുമ്മ കൊടുക്കാൻ എനിക്കും തോന്നി. പക്ഷേ എന്നെ അടുത്ത് കണ്ടാൽ അപ്പോൾ തുടങ്ങും അവൾക്ക് വിറവൽ, കൂട്ടത്തിൽ വിക്കലും. എൻ്റെ ഉണ്ണിയാർച്ച ഉറങ്ങിയില്ലേ? ഞാൻ അവൾക്ക് തൊട്ടരികിൽ ചെന്ന് അവളുടെ കാതോരം നിന്ന് കണ്ണുകളിലേക്ക് ആഴ്ന്നു നോക്കിക്കൊണ്ട് ചോദിച്ചു. തോൾ കൂച്ചി അവൾ മറുപടി പറഞ്ഞുകൊണ്ട് കുറച്ചകന്നു നിന്നു. എന്നോടെന്താ മിണ്ടാത്തെ? എന്നെ ഇഷ്ടായില്ലേ? ഞാൻ വീണ്ടും കാതോരം ചോദിച്ചു. അയ്യോ ഇഷ്ടാണ്, ഒത്തിരി. പെട്ടെന്നായിരുന്നു മറുപടി. അവൾ തലകുനിച്ച് ചമ്മി നിൽക്കുവാണ്. അത് കേട്ടപ്പോൾ എൻ്റെ മുഖമെല്ലാം ചുവന്നു തുടുത്തു. ഹോയ് എന്ന് വിളിച്ചു കൂവാൻ തോന്നിയെങ്കിലും സംയമനം പാലിച്ച് ഞാൻ. കാരണം അസമയമാണ്, തോന്നിയാസമാണ്. ഞാൻ പോവാടോ, അത്യാവശ്യമായി എനിക്ക് ഓഫീസിലെത്തണം. ഇയാളോട് പറയാതെ പോയാലൊരു സമാധാനം ഉണ്ടാവില്ല, അതാ വന്നത്, സങ്കടത്തോടെ അവളോട് പറഞ്ഞു. അത് കേട്ട് ഞെട്ടിയെങ്കിലും അവൾ തലമെല്ലെ അനക്കി. എന്നെ മറന്നു പോകുമോ? ഞാൻ വീണ്ടും ചോദിച്ചു. തെല്ല് സങ്കടം നിറഞ്ഞൊരു മൂളലായിരുന്നു മറുപടി, കണ്ണുകൾ മെല്ലെ നിറയും പോലെ. അതിനും മൂളൽ മാത്രം. എന്നെ മറക്കാതിരിക്കാൻ ഞാനൊരു ഗിഫ്റ്റ് തരാവേ. അതും പറഞ്ഞുകൊണ്ട് ഞാൻ അവളെ എൻ്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു. അവളിപ്പോൾ എൻ്റെ നെഞ്ചോരം ചേർന്ന് ഇടിച്ചു നിൽക്കുവാണ്. വിറവൽ ഞങ്ങളുടെ ശരീരത്തെ പൂർണ്ണമായും അടിമപ്പെടുത്തി. എൻ്റെ ഇരു കൈകളും അവളെ ചുറ്റിവരിഞ്ഞു പൂർണ്ണമായും എന്നിലേക്ക് ചേർത്ത് നിർത്തി. എന്താണ് സംഭവിക്കുന്നതെന്ന് അവൾ ചിന്തിക്കുന്നതിന് മുന്നേ എൻ്റെ ചുടുനിശ്വാസം അവളുടെ കവിളിനെ തഴുകി. പെണ്ണിൻ്റെ കവിളുകളെല്ലാം തണുത്തുറഞ്ഞിരിക്കുവാണ്. പേടി കൊണ്ടാണ്, അതെനിക്കറിയാം. എൻ്റെ അവസ്ഥയും മോശമല്ല. അവളുടെ കവിളാണിൽ എൻ്റെ കൈകൾക്കാണ് തണുത്തുറഞ്ഞ അവസ്ഥ. രണ്ടുപേരുടെയും ഹൃദയമിടിപ്പുകൾ ഇരുവർക്കും പരസ്പരം വളരെ കൃത്യമായി കേൾക്കാം. അവളുടെ കാതോരം മെല്ലെ ചുണ്ടുകൾ ചേർത്തുകൊണ്ട് കാതിൽ മെല്ലെ കടിച്ചുകൊണ്ട് നുണഞ്ഞു. മെല്ലെ, അത്യധികം മൃദുലമായി. ആ സ്പർശനം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മറ്റൊരു അനുഭൂതിയായിരുന്നു. അവളുടെ ശ്വാസത്തിൻ്റെ ഗതിമാറ്റം എന്നെയും കുളിരണിയിച്ചു കൊണ്ടിരുന്നു. അവളിലേക്ക് ലയിച്ചു ചേരാൻ കൊതിക്കുന്ന ഹൃദയമുണ്ടെങ്കിലും അതെല്ലാം സമയമാവുമ്പോൾ എന്ന് സ്വയം ഉറപ്പിച്ചു. കണ്ണുകൾ രണ്ടും ഇറുക്കി അടച്ചുകൊണ്ട് എന്നിൽ നിന്നും നെറ്റിമേൽ ആദ്യത്തെ സ്നേഹമുദ്രണം അവൾ ഏറ്റുവാങ്ങുമ്പോൾ ഈ ലോകം തന്നെ അവളും ഞാനും മറന്ന അവസ്ഥയിലായിരുന്നു. അത്രയ്ക്ക് പ്രണയാർദ്രമായ സ്പർശനം. വീണ്ടും വീണ്ടും തമ്മിൽ ചേർന്ന് നിൽക്കാൻ മനസ്സ് കൊതിക്കുന്ന പോലെ. അവളിൽ വരിഞ്ഞു മുറുകിയ കൈകൾ അയഞ്ഞിട്ടും അവൾ അതൊന്നും അറിഞ്ഞിട്ടില്ല. സ്വബോധത്തിലേക്ക് തിരിച്ചെത്തിയത് അവളുടെ കണ്ണുകളിൽ ഞാൻ മെല്ലെ ഊതിയപ്പോഴാണ്. അപ്പോഴും അവൾ എന്നെ ഇറുക്കെ ചേർത്ത് പിടിച്ചിരുന്നു. അവളിൽ നിന്ന് ഒരിക്കലും അകന്നു പോവാൻ ഇടയാവല്ലേ എന്ന് മാത്രമായിരുന്നു അപ്പോൾ എൻ്റെ മനസ്സിൽ. എൻ്റെ പെണ്ണെ, ഒന്ന് പതുക്കെ പിടിക്കടി. നെഞ്ചത്തെ രോമം മുഴുവൻ പറിച്ചെടുക്കുവോ ഇപ്പോൾ തന്നെ? എൻ്റെ കുസൃതിയോടെയുള്ള ആ ചോദ്യം കേട്ടപ്പോഴാണ് അവളെൻ്റെ നെഞ്ചത്ത് അള്ളിപ്പിടിച്ചുകൊണ്ട് നിൽക്കുവാണെന്ന് ആൾക്ക് മനസ്സിലായത്. അപ്പോഴാണ് എന്നിൽ നിന്നുള്ള അവളുടെ കൈയെടുത്ത് മാറ്റിക്കൊണ്ട് മെല്ലെ പിന്നിലേക്ക് മാറിയത്. ആകെ നാണം കൊണ്ട് തലതാഴ്ത്തി നിൽക്കുന്ന അവളെ ഞാൻ മെല്ലെ വീണ്ടും എന്നിലേക്ക് ചേർത്തു. വലം കൈയിലെ ചൂണ്ടുവിരലിനാൽ അവളുടെ താടിത്തുമ്പ് മെല്ലെ പിടിച്ചുയർത്തുമ്പോൾ രക്തവർണം ഇരിച്ചു കയറിയ അവളുടെ മുഖം കണ്ടുകൊണ്ട് ഞാൻ കുറച്ചുനേരം അവളെ അങ്ങനെ നോക്കി നിന്നു.